കഴിഞ്ഞ ദിവസം വളരെ അത്ഭുതപ്പെടുത്തുന്ന ആശങ്കാജനകമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ അറിഞ്ഞു കാണും. കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന വാട്ടർ ബോട്ടിലിൽ വാറ്റ് ചാരായം കൊണ്ടുവന്ന് സ്കൂളിലും മറ്റ് പ്രദേശങ്ങളിലും വിതരണം ചെയ്യാൻ ശ്രമിച്ചു. പിടിക്കപ്പെട്ടു. പക്ഷേ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ വീട്ടിൽ ഇരുന്ന് ഈ ചാരായം കള്ളവാറ്റുപാറ്റി ഈ മകന്റെ കയ്യിൽ കൊടുത്തുവിടുകയായിരുന്നു എന്നാണ്. ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ വളരെ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ക്യാമ്പസുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ആഭ്യന്തരമന്ത്രി അടക്കം പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരമാണ് ഈ ഒരു കാര്യം, ഈ ഒരു വാർത്ത കണ്ടത്. അത്ഭുതമാണ് തോന്നിയത്, ആശങ്കയാണ് തോന്നിയത്, ദുഃഖമാണ് തോന്നിയത്. ഒരു പിതാവ് വീട്ടിൽ കള്ളവാറ്റുപാറ്റി കള്ളച്ചാരായം, അത് നിയമപരമായി നിരോധിച്ച സാധനമാണ്, അത് വാറ്റുപാറ്റി മകന്റെ വാട്ടർ ബോട്ടിലിൽ ഒഴിച്ച് വിതരണത്തിന് കൊടുത്തുവിടുന്നു എന്ന് പറയുമ്പോൾ ആ പിതാവിനോട് നമ്മൾ എന്താണ് പറയേണ്ടത്? ആ മകൻ അതിൽ പങ്കാളിയാകുന്നു. പ്രായപൂർത്തിയാകാത്ത മകൻ കൂടി ഈ വിതരണത്തിലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ നടപടിയിലും പങ്കാളിയാകുന്നു. അതിന് അച്ഛൻ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിക്കും ആർക്കാണ് കൗൺസിലിംഗ് വേണ്ടത്? പിതാക്കന്മാർക്കാണോ, മാതാപിതാക്കൾക്കാണോ, അല്ലെങ്കിൽ കുട്ടികൾക്കാണോ കൗൺസിലിംഗ് വേണ്ടത്? ഇതൊരു വരുമാന മാർഗമാണ്, നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. വീട്ടിൽ ചാരായം പാറ്റി കാലങ്ങളായി ഇദ്ദേഹം ഇങ്ങനെ കൊടുത്തുവിടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇതിനു മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയുടെ പ്രശ്നമാണ്. കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലത്ത് ഇവിടെ യഥേഷ്ടം മയക്കുമരുന്നും MDMA-യും കള്ളച്ചാരായവും കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം ഒഴുകിയിരുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പല പ്രവർത്തകരുമാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. നേരത്തെ ഞാനൊരു വാർത്തയിൽ പറഞ്ഞു, തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ കോളേജിലെ SFI പ്രവർത്തക അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറിയാണ് അവിടുത്തെ മയക്കുമരുന്നിന്റെ പ്രധാന വിതരണക്കാരി എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും നമ്മുടെ ഈ ഒരു സാമൂഹ്യ ബോധം കുറച്ചുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ തന്നെ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നമ്മളുടെ ഭാവിയെക്കുറിച്ച് ഒന്നും ഒരു ചിന്തയും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇത്തരത്തിൽ വാറ്റുചാരായം മകന്റെ കയ്യിൽ കൊടുത്തുവിടണം എന്നുള്ള സന്ദേശമാണോ ഈ അച്ഛൻ നൽകിയത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. മദ്യപാനം എന്നല്ല, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ആരോഗ്യത്തിന് ഹാനികരം. നമ്മുടെ വരും തലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരി ഇങ്ങനെ പല രീതിയിൽ ഇവിടെ പൊട്ടിമുളയ്ക്കുമ്പോൾ, അതിനെയൊക്കെ ഇല്ലാതാക്കാൻ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കുട്ടിയുടെ വാട്ടർ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തുവിടുന്ന ഈ ഒരു ഞെട്ടിക്കുന്ന വാർത്ത, അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഏത് രീതിയിലാണ് ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത്? ബോധവൽക്കരണം നടത്തേണ്ടത്? വീട്ടുമുറ്റത്ത് തന്നെ കഞ്ചാവ് നട്ടു വളർത്തി ഭാര്യയും ഭർത്താവും വേണ്ടപ്പെട്ടവരുമൊക്കെ അത് ഉപയോഗിക്കുന്നു. മാത്രമല്ല അത് മുറിച്ച് ഉണക്കി വിൽക്കുന്നു. വീട്ടുമുറ്റത്ത് കഞ്ചാവ് പിടിച്ച എത്ര കേസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. വീട്ടുമുറ്റത്തും ടെറസിലും ഒക്കെ തന്നെ കഞ്ചാവ് കൃഷിയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വീട്ടിൽ വച്ച് പിടിപ്പിച്ച് അത് വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തുവിട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണ്. നമ്മുടെ കേരളം എങ്ങോട്ട് പോയിരിക്കുന്നു? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കേരളം വളരെ ഭീതിതമായൊരവസ്ഥയിലേക്ക്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ആ ഒരു ഭീകരാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതിന് തീർച്ചയായിട്ടും സർക്കാരുകളെ കുറ്റം പറഞ്ഞേ പറ്റൂ, നീതിന്യായ വ്യവസ്ഥയെ കുറ്റം പറഞ്ഞേ പറ്റൂ. ഇവിടെ ഒരന്വേഷണവും നടക്കാറില്ല. ഇവിടെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നടന്നിരുന്നു? വല്ലപ്പോഴും കാറിലോ മറ്റോ കഞ്ചാവ് കടത്തുമ്പോൾ പിടിക്കും, എക്സൈസ് കേസെടുക്കും, അത് ബാക്കി ജാമ്യത്തിൽ ഇറങ്ങും, ബാക്കി കാര്യങ്ങൾ നടക്കും. അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്യാമ്പയിനോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ഒന്നും ഈ LDF സർക്കാരിന്റെ കാലത്ത് 2 ടേണിലും നടന്നിട്ടില്ല. അവർ തന്നെ വളർത്തി വലുതാക്കുകയാണ് ഈ സംവിധാനങ്ങളെ. ഇടതുപക്ഷത്തിന്റെ പല പ്രവർത്തകരും, CPM-ന്റെ പല പ്രവർത്തകരും, DYFI-ക്കാരും SFI-ക്കാരും ഒക്കെ ഇതിന്റെ ഭാഗമാകുമ്പോൾ പിന്നെ എങ്ങനെ നടപടിയെടുക്കും? നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഒരു കുടുംബമായി മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു, വിൽക്കുന്നു, പണം സമ്പാദിക്കുന്നു. ഈ രീതിയിൽ പോയാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, അങ്ങ് ഈ അതിശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകണം.
മാതൃകാപരമായി ശിക്ഷിക്കണം. ആരായാലും എന്തായാലും ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇതിലൊന്നും പാടില്ല. മയക്കുമരുന്നായാലും ശരി, കള്ളമദ്യമായാലും ശരി, എന്തായാലും ശരി, നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളായാലും ശരി, ശക്തമായ നടപടിയുമായി തീർച്ചയായിട്ടും മുമ്പോട്ട് പോകണം. എല്ലാവരും ഈ അങ്ങയുടെ ഈ ഒരു പദ്ധതിക്ക്, നാർക്കോ ഹണ്ട്, ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സായി അങ്ങയോടൊപ്പം ചേരും. എന്തൊക്കെ നമ്മൾ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ്.